ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സജി പാസ്റ്റർ കുടുംബം, എൻ്റെ പ്രിയ സ്നേഹിതൻ ജോയ്, ഞാൻ ഒരുമിച്ച് ദുബായിൽ നിന്ന് ദേവദാസന്മാരാണ്. ഇവിടെ ആയിരിക്കുന്ന മറ്റു ദേവദാസന്മാർ, ദൈവമക്കൾ, നിങ്ങളെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ വന്നത്. മറ്റു മീറ്റിങ്ങുകളുടെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് ഫേബ വന്നത്. ഫേബയെ പിക്ക് ചെയ്ത് വീട്ടിൽ പോയിട്ടാണ് തിരിച്ചിവിടെ വരുന്നത്. ജസ്റ്റിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജസ്റ്റിനെ പരിചയപ്പെടുന്നത്. അന്ന് ജസ്റ്റിൻ പാപത്തിൻ്റെ ചെളിക്കുഴിക്കകത്തായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ജസ്റ്റിൻ ഇവിടെ നിന്ന് ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്നറിയാതെ എൻ്റെ ഉള്ളം കരയുന്നു. എൻ്റെ ഭാര്യയോട് പോലും സംസാരിക്കാതെ ജസ്റ്റിനെ പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ സമയത്തെ കൊടുത്തിട്ടുണ്ട്. മണിക്കൂറുകൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ വചനം പഠിപ്പിക്കാനും അവരെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്ക് വരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ജസ്റ്റിനാണ് എൻ്റെ ആദ്യത്തെ ആത്മീയ മകൻ. ഇന്ന് ഏകദേശം 40 കുഞ്ഞുങ്ങളോളം ദൈവം എൻ്റെ കരുതി തന്നിട്ടുണ്ട്. എന്നോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നിന്നെ ശുശ്രൂഷയിൽ ഞാൻ വളർത്തിയപ്പോൾ പലരും നിന്നെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി നീ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണം. അത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നു. ജസ്റ്റിൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ജസ്റ്റിനെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമാണോ? ഞാൻ ഒരു ദൂത് മാത്രം പറഞ്ഞ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുകയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ് നാം ആയിരിക്കേണ്ടത്. അക്ഷരം ഒരു കൂട്ടം തലമുറയെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രത്യേകത, അവർ ആത്മാവിൽ ഒരു തലമുറയെ ഏൽപ്പിക്കുന്നതാണ്. എന്നിട്ട് അടുത്ത പദം കൊരിന്ത് സഭയോട് പൗലോസ് പറയുകയാണ്, മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാതെ വണ്ണം തേജസ്സുള്ളതായി മാറിയെങ്കിൽ, ആ പദം ജസ്റ്റിൻ തൊട്ടു. 40 ദിനരാത്രങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരുന്ന മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മോശയിരുന്ന സാന്നിധ്യം നിമിത്തം അവന്റെ ത്വക്ക് പ്രകാശിച്ചു. ഹല്ലേലൂയ. ആ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാതെ വെണ്ണം തേജസ്സുള്ളതായി മാറിയെങ്കിൽ, ആത്മാവിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതാണ്. ദൈവം നമ്മെ വിളിച്ചത് തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യാനാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന പഴയ നിയമത്തിലെ മോശയുടെ ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യം നിമിത്തം ത്വക്ക് പ്രകാശിച്ചെങ്കിൽ ഈ പെട്ടകത്തെ ചുമക്കുന്ന സഭയുടെ മനസ്സിലായില്ല. ഈ സാന്നിധ്യത്തെ ചുമക്കുന്നവർ പഴയ നിയമത്തിൽ സാന്നിധ്യത്തിന്റെ കീഴിലായിരുന്നെങ്കിൽ ഇന്ന് പഴയ സഭ നിന്റെ ഉള്ളിലാണ് സാന്നിധ്യം ഇരിക്കുന്നത്.
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സാന്നിധ്യത്തിനകത്തു നിന്ന് ഒരുത്തൻ പുറത്തേക്ക് വന്നാൽ ജനം പറയണം, ഇവന്റെ ശരീരത്തിനകത്ത് തേജസ് ഞാൻ കാണുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല, ഞാൻ ദൈവശക്തിയെ പ്രവർത്തിപ്പിക്കുന്നു. ദൈവം വിളിച്ചത് അക്ഷരത്തിന്റെ ശുശ്രൂഷിക്കാനല്ല വിളിച്ചത്. ദൈവം വിളിച്ചത് ആത്മാവിന്റെ ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ. സഭയുടെ മകള് ആത്മാവ് തുറക്കുകയാണ്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്. Yes, 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 yes. The presence is moving right now. In the name of Jesus. ശക്തിയോടെ ശക്തിയോടെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നു. Hallelujah. Hallelujah. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ, ചേച്ചി, ജനം പറയും ഇത് തേജസ്സിന്റെ ശുശ്രൂഷ. ഒരു പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ ഏതു മണ്ണിൽ നിൽക്കുന്നോ ആ മണ്ണിന്റെ പൈശാചിക ശക്തിയുടെ അധികാരികൾ പഠിച്ചു പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഡയറക്റ്റ് പോയിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. തേജസ്സുള്ളവൻ നിന്ന അവന്റെ ഉള്ളിൽ നിന്ന് ആത്മകത്തിന്റെ പ്രഭാവം, മരണത്തിന്റെ ശക്തി, മരണത്തിന്റെ വെളിപ്പാടുകൾ ദൈവം തുറക്കുന്നത് പോലെ വിശ്വസിച്ച് ദൈവം ഇന്ന് തുറക്കുകയാണ്. ഘടകം മനകം ഘടക പ്രമയം ജലക ഘടകം ഓ അർത്ഥമ നാമന ഘടക ശമനെ അവനികളുടെ മണ്ണിൽ പ്രവേശിക്കുന്നവേ അസാധാരണ നിയമങ്ങളുണ്ട്. വിശുദ്ധന്മാർ പ്രവചിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. 2026, 27 നിർണായകമായ സമയങ്ങളാണ്. ആത്മാവിൻ സഭ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദേശത്തിന്റെ
ഫിനിഷിന്റെ ശക്തി ചലിക്കത്തില്ല. മനസ്സിലാവുന്നെങ്കിൽ തേജസ്സിന്റെ ശുശ്രൂഷയെ അഭിഷിക്തന്മാരെ, നീ നിൽക്കുന്ന മണ്ണിൽ ഒരു ദേശത്തെ മുഴുവൻ പിടിച്ച ആത്മീയ സ്പിരിറ്റുകൾ ഇന്ന് പകലിൽ അവരെ ജയിക്കാൻ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങൾക്ക് സമയം പോകുന്നുണ്ട്. തേജസ്സിനെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ അടുത്ത പ്രത്യേകത, പൗലോസ് നിന്നെ കൊണ്ട് കാരാഗ്രഹത്തിനകത്തിട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തെ ചെലുത്തി അഭിലേഖനങ്ങളായി പുറത്തു വരും. അഭിലേഖനങ്ങളായി പുറത്തു വരും. അവർ സഭയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ദൈവശക്തിയെ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തേജസ്സുള്ളവനെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ പൗലോസ് പറയും, എന്റെ കരത്തെ ഞാൻ എന്റെ സഭകൾക്ക് വേണ്ടി ചലിപ്പിക്കും. തേജസ്സുള്ളവനെ കാരാഗ്രഹത്തിനകത്തിട്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് ഒനോസിമോസ് പുറത്തു വരും. ഒനോസിമോസ് പ്രയോജനമില്ലാത്തവനാണ്. അവൻ ഫിലോമോന്റെ കരത്തിലും നന്മയുമായി കടം ഓടിപ്പോയവനാണ്. അവനെ കാരാഗ്രഹത്തിനകത്ത സുവിശേഷം പറഞ്ഞ പ്രയോജനമുള്ളവനാക്കി മാറ്റി. ഇതാണ് തേജസ്സിന്റെ ശുശ്രൂഷ. ഇതാണ് ആത്മാവിന്റെ ശുശ്രൂഷ. കൊതിക്കുന്നുണ്ട് ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പഠിച്ചത് പ്രസംഗിക്കാനല്ല, നിന്റെ ഉള്ളിൽ ദൈവം വന്നിട്ടുണ്ട്. ഇരമ്യാവ് എന്റെ വചനത്തെ നിന്റെ നാവിൽ പഴുകയാണ്. ഇതിനെ പൊളിക്കാൻ, പണിയാൻ, നിർമൂലമാക്കാൻ എന്റെ അധികാരത്തെ, എന്റെ വചനത്തെ ഞാൻ നിങ്ങളെ പഴുകയാണ്. അടുത്തത്, തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ പുറത്തു പോകുന്ന സഭകൾ ഉടലെടുക്കും. എല്ലാ കണ്ണുകൾ വളച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസിച്ചുള്ളവേ, അവരിങ്ങനെ എത്ര ചർച്ചുണ്ട്, പാരമ്പര്യ ചർച്ചുണ്ട്. ഇപ്പോഴും ഭാരതീയ അവരെ ഭരിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട്. പക്ഷെ പ്രൈസിച്ചുള്ള ആത്മാവിൽ പറയട്ടെ, ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ മാറ്റി നിർത്തിയത് ജനത്തിന്റെ ശുശ്രൂഷ ചെയ്യാനല്ല. ദൈവം നിന്നെ മാറ്റിക്കൊണ്ടുവന്നത് ആത്മാവിന്റെ ശുശ്രൂഷ. ചെയ്യുന്നവൻ സമയത്തെ മൈൻഡ് ചെയ്തിട്ടില്ല, സാധനങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. അവരെ ആത്മാവിൽ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരെ ആത്മസാന്നിധ്യം ചലിപ്പിക്കും. ഞങ്ങളുടെ മുകളിൽ ദൈവം തേജസ്സിന്റെ മിനിസ്ട്രി